ഇന്ന് ദുബായ് പോലീസ് പറഞ്ഞ അനുസരിച്ച് യു എയിൽ കഴിയുന്നവർക്ക് ട്രാവൽ ബാൻ വല്ലതുമുണ്ടോ, പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ എന്നത് ഒരു അര സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാനും, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് വേണ്ട ആ പ്രശ്നം പരിഹരിക്കാനും എന്ന മട്ടിൽ, എന്ന് വെച്ചാൽ കാശടക്കേണ്ടി വന്നാൽ ഓഫീസുകൾ കയറിയിറങ്ങി നടക്കേണ്ടതില്ല, ഡിജിറ്റലി തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതേ സെക്കൻഡിൽ തന്നെ ട്രാവൽ ബാൻ റിമൂവ് ചെയ്തിട്ട് യാത്ര ചെയ്യാനും പറ്റുന്ന സംവിധാനത്തോടു കൂടിയ പരിഷ്കരിച്ച ദുബായ് പോലീസ് ആപ്പ് നിലവിൽ വന്നു എന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ നോക്കുക, പോലീസിൻ്റെ ആപ്പിൽ കയറിയിട്ട് അത് UAE പാസ് വഴി കയറണം. വേറെ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കണ്ട. UAE പാസ് വഴിയാണ് കയറേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എസ് അമർത്തി കഴിഞ്ഞാൽ UAE പാസ് അപ്രൂവൽ കൊടുക്കും ഈ ആപ്പിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. എന്നിട്ട് ആപ്പിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഇൻക്വയറീസ് സർക്കുലേഴ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രാവൽ ബാൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. എമിറേറ്റ്സ് ID നമ്പർ പോലും കൊടുക്കണ്ട, അവിടെ എമിറേറ്റ്സ് ID നമ്പർ തെളിഞ്ഞു വരും. അത് പ്രൊസീഡ് ചെയ്യുമ്പോൾ നോ സർക്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഉണ്ട് എന്നുള്ളൊരു ഉത്തരം കിട്ടും. ചങ്കടിപ്പോടെ അവിടെ നോക്കുക, നമ്മൾ നോ സർക്കുലർ എന്ന് കണ്ടാൽ പിന്നെ സമാധാനമായിട്ട് പിരിയുക. അതല്ല, നമുക്ക് മേലൊരു ഇങ്ങനെ ഒരു ട്രാവൽ ബാൻ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്ന ദിക്കിലേക്ക് നമുക്ക് അതേ ആപ്പിൽ പോകാൻ പറ്റും. ഡിജിറ്റലി തന്നെ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം വഴി കാശ് എത്രയാണ് അടയ്ക്കാനുള്ളത് അത് അടയ്ക്കാൻ പറ്റും. അത് നീക്കം ചെയ്യാനൊന്നും പിന്നെ എവിടെയും പോകണ്ട, കടലാസം കൊണ്ട് ഒരു കോടതിയിലും പോകണ്ട. ദുബായ് കോർട്ടിൻ്റെ സഹകരണത്തോടു കൂടി അതേ സെക്കൻഡിൽ ട്രാവൽ ബാൻ നീക്കം ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് പുതിയ ആപ്പെന്ന് ഇന്ന് ദുബായ് പോലീസ് ദുബായിൽ വാർത്താലേഖകരെ അറിയിച്ചു. ഇത് ലോണും ക്രെഡിറ്റ് കാർഡും എടുത്തവരുടെ കാര്യത്തിൽ മാത്രമല്ല, റെൻ്റൽ ചെക്ക് മടങ്ങിയതിൻ്റെ പേരിൽ ട്രാവൽ ബാൻ നേരിടുന്ന ആളുകൾക്കും ഇതൊക്കെ ബാധകമാണ്. ഒരു സെക്കൻഡിൽ ഇതെല്ലാം കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് ദുബായ് പോലീസ് പറയുന്നത്. ഇന്ത്യയുടെയും UAEയുടെയും സഹവർത്തിത്വ സഹകരണ ചരിത്രത്തിൽ ഏറ്റവും പുതിയൊരു അധ്യായം ഇതാ UAE പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനം പ്രമാണിച്ച് ഉണ്ടായിരിക്കുന്നു. പുതിയൊരു കാര്യം, ബൈത്തുൽ ഹിന്ദ് ഇന്ത്യ ഭവൻ അബുദാബിയിൽ വരികയാണ്. ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു ബ്രിഡ്ജായി, ഒരു പാലമായി, ഒരു കണ്ണിയായി ഈ ഒരു ഹൗസ് ഓഫ് ഇന്ത്യ അബുദാബിയുടെ തിലകക്കുറിയായി നിലകൊള്ളും എന്ന ഒരു പ്രത്യേക അറിയിപ്പ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്. 4-4.5 മില്യൺ ഇന്ത്യക്കാർ കഴിയുന്ന UAEയിൽ ഇങ്ങനെ ഒരു ഹൗസ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം, ഓർഗനൈസേഷൻ, ഒരു സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൽ അഭിമാനിക്കാം. രണ്ട് രാഷ്ട്രങ്ങളുടെയും നേതാക്കന്മാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഇവിടെ കഴിയുന്ന പ്രവാസികളെന്ന രൂപത്തിൽ ഞങ്ങളും അഭിനന്ദനങ്ങൾ പ്രകടിപ്പിക്കുന്നു. അറബ് വർഷം 1447 ആണ്ട് ഷാബാൻ മാസം 1-ാം തീയതിയാണ് ഇന്ന്, ജനുവരി 20. ഇനി ഈ മാസം അങ്ങോട്ട് അവസാനിക്കുമ്പോൾ റമദാനായി. റമദാനിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് UAEയും അറബ് ജനതയും മൊത്തത്തിൽ, അറബ് മേഖല മൊത്തത്തിൽ തിരിയുകയാണ്. UAEക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം പോലെയായി ഒരു വാർത്ത ഇതാ വരുന്നു. ട്രംപ് രൂപീകരിച്ച് അധ്യക്ഷനായിക്കൊണ്ടിരിക്കുന്ന ബോർഡ് ഓഫ് പീസ്, ഗാസ പ്ലാനിന് വേണ്ടിയുള്ള സമാധാന പരിപാലന ബോർഡിൽ UAEയെ അംഗമാകാൻ ക്ഷണിക്കുകയും ട്രംപിൻ്റെ ആ ക്ഷണം UAEയുടെ പ്രസിഡന്റ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വർത്തമാനം വരികയാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര സഹകരണത്തിന് വേണ്ടിയുള്ള UAEയുടെ സഹമന്ത്രി റീമൽ ഹാഷ്മിയെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിലെ അംഗമായി UAE ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന അഭിമാന സന്തോഷ വർത്തമാനമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകളായി, അതല്ലെങ്കിൽ നമുക്ക് പറയാം നൂറ്റാണ്ടുകളായി, മേഖലയുടെ വലിയ പ്രശ്നമായി, മിഡിൽ ഈസ്റ്റിൻ്റെ തർക്കമായി നിലകൊള്ളുന്ന പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ വേണ്ടി ട്രംപ് അധ്യക്ഷനായുള്ള ഒരു സമാധാന പരിപാലന ബോർഡ് നിലവിൽ വരികയാണ്. 20 പരിപാടികൾ മുന്നോട്ട് വയ്ക്കും. ഇനി ഗാസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എന്നും സമാധാനമായിരിക്കും, വികസനമായിരിക്കും അജണ്ട. അല്ലാതെ മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, അതിർത്തി സംഘർഷങ്ങൾ കൊണ്ട് ലോകം മുഴുവനും വാർത്തയായി നിറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാതെ നോക്കാൻ വേണ്ടി 20 കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പരിപാലന ബോർഡിൻ്റെ ലക്ഷ്യം. അതിൽ UAEയും അംഗമായി ചേരുന്നു എന്ന് പറയുമ്പോൾ UAEയുടെ നിർണായകമായ വാക്കുകൾക്ക്, ഇടപെടലുകൾക്ക് വലിയ സ്വാധീനം മേഖലയിലുണ്ട് എന്ന് തെളിയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.